ഹായ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ കോസ്റ്റ് അതുപോലെ കോസ്റ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നൊക്കെ പഠിച്ചല്ലേ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കോസ്റ്റ് കേർവിൻ്റെ ഷേപ്പാണ്. അപ്പോൾ ഷേപ്സ് ഓഫ് കോസ്റ്റ് കേർവ്സ്, ഷേപ്പ് ഓഫ് കോസ്റ്റ് കേർവ്സ്. കോസ്റ്റ് കേർവ്സിൻ്റെ ഷേപ്പ് പറയുമ്പോൾ നമ്മൾ ആദ്യമേ ടി സി, ടി എഫ് സി, ടി വി സി, അതായത് ടോട്ടൽ കോസ്റ്റ്, ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ്, ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്, ഇതിൻ്റെയൊക്കെ ഷേപ്പ് എങ്ങനെയാണെന്ന് കണ്ടു കഴിഞ്ഞല്ലേ. ഇനി നമുക്കിന്ന് കാണേണ്ടത് എ എഫ് സിയുടെ, എ ബി സിയുടെ, എസ് എ സി അഥവാ എ സിയുടെ, പിന്നെ എസ് എം സി, ഇത്രയും കേർവിൻ്റെ ഷേപ്പുകളാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ തന്നെ ആവറേജ് വേരിയബിൾ കോസ്റ്റ്, ആവറേജ് കോസ്റ്റ്, ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ്, ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റ് എന്നറിയപ്പെടുന്ന എം സി, മാർജിനൽ കോസ്റ്റ്, ഈ മൂന്ന് കേർവുകൾ യു ഷേപ്ഡ് കേർവാണ്. ഇതിലൊരു മാറ്റം എ എഫ് സി കേർവിനാണ്. അത് നമുക്ക് പറയുന്നതിന് മുന്നേ ഈ മൂന്ന് കോസ്റ്റ് കേർവുകൾ എങ്ങനെ വരുന്നതെന്ന് നോക്കാം. അതായത് മൂന്ന് കോസ്റ്റ് കേർവുകളും യു ഷേപ്പ് ആവാനുള്ള കാരണം എന്താണ്? നമ്മൾ ആദ്യം ടേബിൾ കൺസ്ട്രക്റ്റ് ചെയ്യാൻ ഇതപ്പോൾ കണ്ടായിരുന്നു. ഈ മൂന്ന് കോസ്റ്റുകൾ എ ബി സിയും എ സിയും എം സിയും എന്താണ്, ആദ്യം ഡിക്രീസ് ചെയ്ത് വരും, പിന്നെ ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങുന്നു. അപ്പോൾ ഡിക്രീസിങ് പാർട്ടിൽ യുവിൻ്റെ ഫസ്റ്റ് ഷേപ്പും ഇൻക്രീസിങ് പാർട്ടിൽ യുവിൻ്റെ സെക്കൻഡ് പാർട്ടുമാണ് വരിക. അപ്പോൾ അങ്ങനെ ഡിക്രീസ് ചെയ്ത് ഇൻക്രീസ് ചെയ്യുന്നത് കൊണ്ടാണ് ഈ മൂന്നെണ്ണത്തിനും യു ഷേപ്പ്. അപ്പോൾ നമുക്കത് എന്ന് നോക്കാം. ഫസ്റ്റിൽ നമ്മൾ എ ബി സി കേർവാണ് വരയ്ക്കുന്നത്. ഒ എക്സ് ആക്സിസിൽ നമുക്ക് ഔട്ട്പുട്ട് കൊടുക്കാം. ഔട്ട്പുട്ട് 0. ഒ വൈ ആക്സിസിൽ എ ബി സി, ആവറേജ് വേരിയബിൾ കോസ്റ്റ്. അപ്പോൾ ആദ്യമേ പറഞ്ഞു എ ബി സി കേർവ് എന്ന് പറയുന്നത് കുറച്ച് ഫ്ലാറ്റായിട്ട് വരുന്ന യു ഷേപ്പ് കേർവാണ്. എ ബി സി ഫസ്റ്റ് പാർട്ടിൽ ഡിക്രീസ് ചെയ്യും, കണ്ടില്ലേ, പിന്നെ ഇൻക്രീസ് ചെയ്ത് വരുന്നത് കൊണ്ട് യു ഷേപ്പ് കേർവാകുന്നു. ഇതേപോലെയാണ് എ സി കേർവും. എ സി പക്ഷേ എ ബി സിയേക്കാളും കുറച്ചുകൂടെ ഫ്ലാറ്റായിട്ടാണ് വരിക. നമുക്ക് നോക്കാം എ ബി സി കേർവ് എങ്ങനെയാണെന്ന് വരയ്ക്കുന്നതെന്ന്. എക്സ് ആക്സിസും വൈ ആക്സിസും, എക്സിൽ ഔട്ട്പുട്ട്, ലെവൽ ഓഫ് ഔട്ട്പുട്ട്, വൈയിൽ എ സി അഥവാ എസ് എ സി, എ സി അല്ലെങ്കിൽ എസ് എ സി ഏത് നമുക്ക് എഴുതാം. അപ്പോൾ എന്താണ് ഇത്, കുറച്ചുകൂടെ, അതായത് എ ബി സിയേക്കാളും കുറച്ചുകൂടെ ഫ്ലാറ്റായിട്ട് വരുന്ന യു ഷേപ്പ് കേർവാണ് എ സി കേർവ്. എ സി കേർവ് കണ്ടില്ലേ, കുറച്ചുകൂടെ, അതായത് ഇതിൻ്റെ ഈ താഴത്തെ പാർട്ടൊക്കെ കുറച്ച് ഫ്ലാറ്റായിട്ടാണ് വരുന്നത്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇനി നമുക്ക് എം സി കേർവാണ്. എം സി കേർവ് ഓൾസോ ഈസ് എ യു ഷേപ്ഡ് കേർവ്. എം സിയെ വരയ്ക്കാൻ നേരത്തെ പോലെ തന്നെ നമ്മൾ എക്സ് ആക്സിസും വൈ ആക്സിസും വരയ്ക്കുന്നു. എക്സിൽ ഔട്ട്പുട്ട്, വൈയിൽ എന്താണ്, എസ് എം സി. ഈ എസ് എം സി എ ബി സി പോലെയാണ് വരുന്നത്, പക്ഷെ കുറച്ചുകൂടി എന്താണ്, ചെറിയൊരു മാറ്റമുണ്ട്. എം സി, എസ് എം സി കേർവ് ആദ്യം ഡിക്രീസ് ചെയ്യും, പിന്നെ ഇൻക്രീസ് ചെയ്ത് മുകളിലേക്ക് പോകും. ഓക്കെ, അപ്പോൾ മൂന്ന് ഷേപ്പുകൾ യു ഷേപ്പ് കേർവാണെന്ന് കണ്ടല്ലോ. ഇനി നമ്മൾ എ എഫ് സി കേർവാണ്. എ എഫ് സിയുടെ പ്രത്യേകത എന്തായിരുന്നു എന്ന് ഓർക്കുന്നുണ്ടോ? അതായത് എ എഫ് സി കേർവ് കിട്ടുന്നത് എങ്ങനെയാണ്, ടി എഫ് സിയെ ടോട്ടൽ ഔട്ട്പുട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്ത്, ടി എഫ് സി ബൈ ക്യൂ ആണ് എ എഫ് സി അല്ലേ. അപ്പോൾ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് ഒരൊറ്റ എമൗണ്ട് ആണ്. അതായത് ഫസ്റ്റ് 0 യൂണിറ്റ് മുതൽ ലാസ്റ്റ് യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് വരെയും സെയിം ആയിട്ട് നിൽക്കുന്ന കോസ്റ്റാണ് ഫിക്സഡ് കോസ്റ്റ്. അതുകൊണ്ട് തന്നെ എന്താണ്, ആദ്യം ഫിക്സഡ് കോസ്റ്റിന് ഫസ്റ്റിന് എമൗണ്ട് ആണെങ്കിൽ, ഇപ്പോൾ സപ്പോസ് ഇറ്റ് ഈസ് 20 ആണെങ്കിൽ 20/0 ആണ് ഫസ്റ്റ് യൂണിറ്റ്. പിന്നെ വരുന്നത് എന്താണ്, 20/1 ആണ് അല്ലേ. അത് കഴിഞ്ഞ് 20/2 വരും, 20/3 വരും. അങ്ങനെ ഓരോ സംഖ്യ ക്യൂ മാത്രമേ മാറുന്നുള്ളൂ,
ഫിക്സഡ് കോസ്റ്റ് മാറുന്നില്ല. അതുകൊണ്ട് തന്നെ എന്താണ്, ഒരു ഹൈ പൊസിഷനിൽ നിന്നും കുറഞ്ഞു 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 വരുന്ന ടൈപ്പിലാണ് AFC കർവ് വരിക. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന്. എക്സ് ആക്സിസും വൈ ആക്സിസും വരച്ചു. എക്സിൽ ഔട്ട്പുട്ട് ബാക്കിയുള്ളത് പോലെ തന്നെ ലെവൽ ഓഫ് ഔട്ട്പുട്ട് കൊടുത്തു. വൈ ആക്സിസിൽ AFC ആണ് എടുക്കേണ്ടത്. അപ്പോൾ വൈയിൽ AFC. അപ്പോൾ ഒരു നിശ്ചിത എമൗണ്ടാണ് വരുന്നത് അല്ലേ. അപ്പോൾ 10 ആണെങ്കിൽ 20 ആണെങ്കിൽ ഫസ്റ്റിൽ എത്രയാണോ അത് വരും. എന്നിട്ട് അതിങ്ങനെ കുറഞ്ഞ് 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 ഏതിനോട് ചേരാനാണ്, എക്സിനെ അപ്രോച്ച് ചെയ്ത് പോവും. പക്ഷേ എന്താണ്, ഒരിക്കലും തന്നെ എക്സ് ആക്സിസിനെ ടച്ച് ചെയ്യില്ല. എന്തുകൊണ്ടാണ് എക്സ് ആക്സിസിനെ ടച്ച് ചെയ്യാത്തത്? ഒരു 0 ഒഴികെ വേറെ ഒന്നിനും കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്താണ്, 0 കിട്ടില്ല അല്ലേ. AFC ഒരിക്കലും നമുക്ക് 0 കിട്ടില്ല. അതുകൊണ്ടാണ് എക്സ് ആക്സിസിനെ ഒരിക്കലും ടച്ച് ചെയ്യുന്നില്ല എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഷേപ്പിനൊരു പേരുണ്ട്. എന്തായിരുന്നു എന്ന് ഓർക്കുന്നുണ്ടോ? ഡിമാൻഡ് കർവ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞ ഷേപ്പാണ്. ഓക്കെ, അതിൻ്റെ പേരാണ് റെക്റ്റാങ്കുലർ ഹൈപ്പർബോള. അപ്പോൾ റെക്റ്റാങ്കുലർ ഹൈപ്പർബോള. അപ്പോൾ പലതവണ എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ് ഷേപ്പ് ഓഫ് AFC. ബാക്കി 3 കർവുകളും യു ഷേപ്പാണ്. TFCനെ ഓർക്കുന്നുണ്ടാവും. TFC ഒരു പാരലൽ ലൈനാണ് അല്ലേ, OX ആക്സിസിന് പാരലാണ്. TBCയും ACയും എന്താണ്, അല്ലെങ്കിൽ TVCയും TCയും ഇൻവേർട്ടഡ് S ഷേപ്പിലാണ്. അപ്പോൾ ഇതാണ് മാറ്റം വരുന്നത്. ഇനി നമുക്ക് ഇതിലൊരു ചെറിയൊരു പാർട്ട് വരുന്നത് എന്താണെന്ന് വെച്ചാൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ AC ആൻഡ് MC. അപ്പോൾ അത് നമ്മളോട് എപ്പോഴും ചോദിക്കാറുള്ള, പല തവണയായിട്ട് റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യനാണ്. അപ്പോൾ രണ്ടെണ്ണം തമ്മിലുള്ള റിലേഷൻഷിപ്പ്. നമുക്കൊരു കർവ് വരക്കാം. ഡയഗ്രാം വരച്ചിട്ട് റിലേഷൻഷിപ്പ് പറയുന്നതായിരിക്കും എളുപ്പം. അപ്പോഴാണ് നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ ഓർമ്മയിരിക്കുക. അപ്പോൾ ഇത് എക്കണോമിക്സിൻ്റെ പ്രത്യേകത തന്നെയാണ് ഡയഗ്രാം ഉള്ളത്. ഡയഗ്രാം വരച്ച് തന്നെ പഠിച്ചാൽ നമ്മളെ മനസ്സിൽ അതുപോലെ ഇരിക്കും. പിന്നെ അങ്ങനെ വരച്ച് എഴുതുമ്പോഴേ നമുക്ക് മാർക്കും കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് കാണാം, ഇവിടെ ACയും MCയും തമ്മിലുള്ള റിലേഷനാണ് പറയുന്നത് അല്ലേ. അപ്പോൾ AC ആൻഡ് MC, SAC SMC എന്നും കൊടുക്കാം കേട്ടോ. അപ്പോൾ AC കർവ് ഫ്ലാറ്റ് യു ഷേപ്പിൽ നമ്മൾ വരച്ചത് അതേപോലെ തന്നെ ഇവിടെ വരയ്ക്കുകയാണ്, SAC. ഇനി SMC കർവ് കുറച്ചുകൂടെ എന്താണ്, ഇതുപോലെ അല്ലാതെ കുറച്ചുകൂടെ എന്താണ്, സ്ലോപ്പിൽ മാറ്റമുണ്ട്. അതുകൊണ്ട് SMC. അപ്പോൾ ഇത് രണ്ട് റിലേഷൻഷിപ്പ് കണ്ടില്ലേ. അപ്പം ഈ റിലേഷൻഷിപ്പിനെ നമുക്ക് ഇവിടെ 1, അതായത് ഡിക്രീസിങ് പാർട്ടിൽ 1 മാർക്ക് ചെയ്യാം. ഇതാണ് രണ്ടാമത്തെ റിലേഷൻ, ഇത് മൂന്നാമത്തെ റിലേഷൻ. ഈ 3 റിലേഷനാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നോക്കിയേ, ആദ്യം എന്താണ്, ACയും MCയും ഡിക്രീസ് ചെയ്യുകയാണ് അല്ലേ. അപ്പോൾ ACയും MCയും ഡിക്രീസ് ചെയ്യുമ്പോൾ MC ലൈസ് ബിലോ AC ആണ്. അപ്പോൾ ഫസ്റ്റ് റിലേഷൻ, വെൻ AC ആൻഡ് MC decreases, MC lies below AC. അതായത് ഡിക്രീസിങ് പോർഷനിൽ MC ACയുടെ താഴെയാണ് ഉണ്ടാവുക. ഇനി രണ്ടാമത്തെ പാർട്ടിൽ എന്താണ്, സെക്കൻഡ് പോയിൻ്റ് എന്ന് പറയുന്നത്, MC cuts AC at its മിനിമം ലെവൽ. കണ്ടില്ലേ, അതായത് ഇവിടെ AC കർവ് ഫ്ലാറ്റായി മാറിയിരിക്കുന്നിടത്താണ് MC ACയെ കട്ട് ചെയ്യുന്നത്. അതാണ് രണ്ടാമത്തെ റിലേഷൻ, MC കട്ട്സ് AC at its മിനിമം. MC ACയെ അതിൻ്റെ മിനിമത്തിലാണ് കട്ട് ചെയ്യുന്നത്. ഇനി മൂന്നാമത്തെ പോർഷൻ എന്താണ്, മൂന്നാമത്തെ റിലേഷൻഷിപ്പ് പറയാനുള്ളത് ഏതാണെന്ന് നോക്കിയേ, ഇൻക്രീസിങ് പോർഷനാണല്ലേ. അപ്പോൾ ഇൻക്രീസ് ചെയ്യുമ്പോഴെന്താണ് വരിക, തേർഡ് റിലേഷൻഷിപ്പായിട്ട് നമുക്ക് പറയാനുള്ളത് അറ്റ് ഇൻക്രീസിങ് പൊസിഷൻ അറ്റ് ഇൻക്രീസിങ് പാർട്ട്. ഇൻക്രീസിങ് പാർട്ട് MC lies above
AC ആണ്. കണ്ടില്ലേ, MC AC മുകളിലാണുള്ളത് അല്ലേ? അതെന്തുകൊണ്ടാണ്? അതായത് ഇൻക്രീസ് ഇൻ MC ഈസ് ഗ്രേറ്റർ ദാൻ AC ആണ്. അപ്പോൾ ഇതാണ് 3 റിലേഷൻഷിപ്പ്. ഈ 3 റിലേഷൻഷിപ്പുമാണ് നമ്മൾ പറയേണ്ടത്. അപ്പോൾ നമുക്ക് 5 മാർക്കിനോ 4 മാർക്കിനൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ് ഇത്. ഇനി ചിലപ്പോഴൊക്കെ വളരെ അപൂർവമായിട്ട് ചോദിച്ചിട്ടുണ്ട്, വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ SAVC ആൻഡ് SMC, അതായത് AVCയും MCയും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. അതായത് രണ്ടും യു ഷേപ്പ് കേർവ് തന്നെയാണ്, അതുകൊണ്ട് ഈ റിലേഷൻഷിപ്പ് തന്നെയാണ് വരിക. ഇവിടെ SAC എന്നുള്ളിടത്ത് എന്ത് കൊടുത്താൽ മതി? നമ്മൾ SAVC എന്ന് കൊടുത്താൽ മതി. SAVC. അപ്പോൾ സെയിം ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ SAVC ആൻഡ് SMC ആണ് എഴുതേണ്ടത്. അപ്പോൾ AC എന്നുള്ളെടുക്കുക, AVC എന്ന് കൊടുത്താൽ മാത്രം മതി. പോയിൻ്റോ ഒക്കെ ഇത് തന്നെയാണ് വരിക. അപ്പോൾ നന്നായിട്ട് പഠിക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് എഴുതി വെക്കാം, സെയിം ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ AC ആൻഡ് AVC. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. 5 മാർക്കാണ്. 4 മാർക്ക് നമുക്ക് ഇതിന് ഈ ഒരു ക്വസ്റ്റ്യന് റിലേഷൻഷിപ്പിന് ചോദിക്കും. പിന്നെ AFC ആവറേജ് ഫിക്സഡ് കോസ്റ്റിൻ്റെ ഷേപ്പിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അതും കൃത്യമായിട്ട് റെക്റ്റാങ്കുലർ ഹൈപ്പർബോളയാണെന്നുള്ളത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യനിലും ചോദിക്കാറുണ്ട്. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു.